കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റാണ് ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച ആളുകൾക്ക്, എയ്ഡഡ് സ്കൂളിൽ പഠിച്ച ആളുകൾക്ക്, സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളുകൾക്കൊക്കെ IIT ഒക്കെ കിട്ടുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളിൽ എത്താൻ സാധിക്കുമോ, IIT എന്നുള്ളതല്ല ഇൻ ജനറൽ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്നുള്ളത്. ഞാൻ IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ പേര് അജ്മൽ. എന്നെ അറിയാത്തവർക്കായിട്ട് ഒരുപാട് കാലം ഇന്ത്യയിൽ വർക്ക് ചെയ്തു. X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ വന്നിട്ടില്ലെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ടാണ് റൈറ്റ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറിയാണ്, എൻ്റെ ലൈഫിൽ വഴിത്തിരിവുണ്ടായ ചില കാര്യങ്ങളാണ്, വഴിത്തിരിവുണ്ടാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി IIT ചെറിയ പ്രായത്തിൽ നിന്ന് കേട്ട് വന്ന ഒരാളല്ല. പ്രോബ്ലി 10th പഠിക്കുമ്പോഴായിരിക്കും ആദ്യമായിട്ട് അങ്ങനെ സംഭവം കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാവും അല്ലേ. ദ ഫസ്റ്റ് ഇവന്റ് വാസ് എൻ്റെ സീനിയറായി പഠിച്ച ഒരാൾക്ക് കേരള എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇസാഖ് അസർ എന്ന് പറയുന്ന എൻ്റെ 10th വരെ ഞാൻ പഠിച്ച ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും, അതേപോലെ തന്നെ +1 ഞാൻ പഠിച്ച PKM ഹയർ സെക്കൻഡറി സ്കൂൾ, അതൊരു എയ്ഡഡ് സ്കൂളാണ്. ഈ രണ്ട് സ്കൂൾസിലും എൻ്റെ സീനിയറായി പഠിച്ച ഇസാഖ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അന്ന് കേരള എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണ്. അപ്പോൾ അതൊന്ന് വലിയൊരു ന്യൂസ് ആയിരുന്നു. ഒന്നാമത്തെ റീസൺ എന്നുള്ളത് പൊതുവേ സൗത്ത് കേരളയിൽ നിന്നാണ് പൊതുവെ ഇങ്ങനത്തെ റാങ്ക്സ് ഒക്കെ പൊതുവെ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടാവാറുള്ളത്, പാലയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾക്ക്. എന്നാൽ മലപ്പുറത്ത് പഠിച്ചു വന്ന ഒരാൾ കേരള എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നു. അതേപോലെ IIT JEE എക്സാമിലും പുള്ളി നല്ല റാങ്ക് വാങ്ങിയിട്ട് IIT മദ്രാസിലോട്ട് പഠിക്കാൻ പോകുന്നു. ആൻഡ് അത് നമുക്ക് ശരിക്കും വളരെ എന്താ പറയുക, ഒരു ഇൻസ്പയറിങ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ പ്രൂവ് ചെയ്ത ഒരാൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് അല്ലേ, ശരിയല്ലേ? അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് പുള്ളി തന്നെ പഠിച്ച PKM ഹയർ സെക്കൻഡറി സ്കൂളിലോട്ടാണ്. അങ്ങനെ PKM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ, ഞാൻ അവിടെ ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം ഞങ്ങൾക്കൊരു ഫിസിക്സ് സാറ് ക്ലാസ്സിലോട്ട് വരികയാണ്. സാറിൻ്റെ പേര് രഞ്ജിത്ത് സാർ. അപ്പോൾ രഞ്ജിത്ത് സാർ നേരെ വന്നിട്ട് നേരെ ഒരു ചോദ്യം, ഒരു പ്രോബ്ലം ഇടുകയാണ്. സാറ് പറഞ്ഞത് ഇത് IIT JEE പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടാണ് സാറ് പ്രോബ്ലം ഇടുന്നത്. ആ പ്രോബ്ലം എനിക്ക് ഇപ്പോഴും ഒന്നും ഓർമ്മയുണ്ട്. ആ പ്രോബ്ലം ഇങ്ങനെയാണ്: ഒരു ബിയർ, അതായത് ഒരു കരടി 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നു. √2 സെക്കൻഡ് കൊണ്ട് ആ കരടി കൃത്യമായി താഴെ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആ കരടിയുടെ നിറം എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നിറം കണ്ടുപിടിക്കും? അതാണ് അന്നത്തെ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ സാറ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഇതൊരു IIT JEE ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് √2 സെക്കൻഡ് കൊണ്ട് താഴെ എത്തുകയാണെങ്കിൽ ജിയുടെ വാല്യൂ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സാധാരണ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് 10 ആവണമെന്നുണ്ടെങ്കിൽ പോളാർ റീജിയനിലോട്ട് എത്തണം. അപ്പോൾ പോളാർ റീജിയനിൽ നിന്ന് വീഴുന്ന ഒരു ബിയർ, ഒരു കരടി, അതൊരു പോളാർ ബിയർ ആവണം. പോളാർ ബിയറിന്റെ കളർ വൈറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ IIT JEE ചോദിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും IIT JEE ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ ഇത് ഫിസിക്സിലുള്ള ഒരു റിഡിലാണ്. പക്ഷേ ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വീണ്ടും ഉണ്ടാക്കിയ ഒരു സെക്കൻഡ് സ്പാർക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് എനിക്ക് എസ്പെഷ്യലി ഇത് കേൾക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ പല സ്പാർക്കുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങൾ കുട്ടികൾക്ക് പാസ് ഓൺ ചെയ്യുന്നൊരു ഇൻഫർമേഷൻ, കൊടുക്കുന്നൊരു ഇൻസ്പിറേഷൻ, റൈറ്റ്, ഇതൊക്കെ നിങ്ങളുടെ താഴെയുള്ള കുട്ടികളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് അധ്യാപകർ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സാർ ഞങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. സാറിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്നുള്ളതാണ്. സാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനേക്കാളും സാർ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതും, സാർ എന്തിനെക്കുറിച്ച് സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. അതുപോലെ എന്നോട് പല ആളുകളും, എൻ്റെ കൂടെ പഠിച്ച പല ആളുകളും ആ ഒരു ടീച്ചർ, ആ ഒരു അധ്യാപികൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രീമിനെ മാഗ്നിഫൈ ചെയ്യുന്ന രീതിയിലാണ് പിന്നെ +1 +2 കടക്കുന്നത്. +1 +2 കൂടെ ഈ ഒരു സംഭവം പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ JEE ഇന്നത്തെ അത്ര കോമ്പറ്റീറ്റീവ് അല്ല അന്ന്, എന്നാലും ഇത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാക്കേണ്ട ചില ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പം ഞാൻ പഠിച്ചൊരു സ്കൂളിൽ ഒരുപക്ഷെ എൻ്റെ കൂടെ പഠിച്ച ഭൂരിഭാഗം ആളുകളും 10th മുഴുവൻ A+ വാങ്ങി വന്ന ആളുകളാണ്, അതായത് ഏറ്റവും മെഡിക്കലായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവിടെ നിന്ന് എത്ര ആൾക്കാർക്ക് JEE ക്വാളിഫൈ ചെയ്ത്? എനിക്ക് തോന്നുന്നു 2 ആളുകളാണ് JEE ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, റൈറ്റ്. അപ്പോൾ 120 ആളുകളിൽ നിന്ന് 2 ആളുകളെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പല ആളുകൾക്കും, ഏറ്റവും മെഡിക്കലായ ആളുകൾക്ക് വരെ കാലിടറി പോയി എന്നുള്ളതാണ്. ആ കാലിടറി പോകാനുള്ള കാരണം എന്നുള്ളത് 10th വരെ കുറേ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് പിടിച്ചെത്താൻ പറ്റും. പക്ഷേ 11th 12th നമ്മൾ നന്നായി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആവണം, നമുക്ക് കൺസിസ്റ്റൻസി വേണം. ഇതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്കൂളിൽ ഒരുപാട് ഇന്നും എന്താ പറയുക, സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പോയിട്ട് നല്ല ഒരുപാട് പ്രതിഭകളെ സൃഷ്ടിക്കുന്ന ഒരു സ്കൂളാണ് ഞാൻ പഠിച്ച PKM ഹയർ സെക്കൻഡറി സ്കൂൾ. പക്ഷേ ആ ഒരു കലാപരമായിട്ടുള്ള പാത്രം ഞാൻ പറയും, എനിക്ക് വലിയ കഴിവ് അതിലില്ല, അതൊന്നാമത്തെ റീസൺ എന്നുള്ളത്. എന്നാലും എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഐറ്റത്തിലൊക്കെ പോകാന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെൻ്റെ ഒരു സാക്രിഫൈസ് ആണ്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വേറെ പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
പക്ഷേ അതിനർത്ഥം നമ്മൾ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ നിർത്തി വെക്കണം എന്നാണോ? അല്ല, നമുക്ക് എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും, അത് നമ്മൾ പെർസ്യൂ ചെയ്യുക. ഒരു മെന്റൽ ഹെൽത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ക്യൂസസ്, ഞാൻ അന്ന് ഒരുപാട് ക്യൂസസിൽ എൻ്റെ ഒരു +1 +2 കാലഘട്ടത്തിൽ പങ്കെടുക്കുകയും അതിൽ ഒരുപാട് വിൻ ചെയ്യുകയും ഒരുപാട് ക്യാഷ് പ്രൈസ് ഒക്കെ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും, നമ്മൾ മാറി നിൽക്കേണ്ട പല ഈവൻറ്റ്സ് ഉണ്ടാവും. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു അപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തേക്കാളും ഇന്ന് എന്തിനേയും ആഘോഷമാക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിലുണ്ട്. എന്ത് ചെറിയ കാര്യത്തെയും നമ്മൾ ആഘോഷമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സെൻഡ് ഓഫ് പാർട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബ് ഇനാഗ്രേഷൻ, ഇതൊക്കെ വളരെ വലുതാണ്, അന്നും ഇത്ര ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ വളരെ എന്താ പറയുക, ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ +2 നമുക്ക് കുറച്ചുകൂടി ബോധം വരുന്നത് ഇതിനൊക്കെ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം, ഒന്ന് നോക്കണം എന്നുള്ളത്. +1 അങ്ങനെ കഴിഞ്ഞു. അന്ന് +1 പബ്ലിക് എക്സാം അല്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല +1 എനിക്ക് അത്ര നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു ബോധം വന്നു, +1 പഠിച്ചാൽ പോലെ ഒന്നുകൂടി സീരിയസ് ആവണം. പക്ഷേ +2ൻ്റെ കൂടെ തന്നെ +1 കോൺസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തു. കാരണം എൻട്രൻസ് എക്സാം എന്നുള്ളത് +1ഉം +2ഉം ചോദിക്കും. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ. അതായത് ഞാൻ പറഞ്ഞു +2 ഈ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ പഠിച്ചതല്ല. സ്ലോപ്പ് ഓഫ് ടാൻജൻസ് എന്നുള്ളത് എന്താണ്? ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് ഡിഫറൻഷ്യൽ എന്നുള്ളത് നമ്മൾ +1 മുതലേ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്തു, ഇനി +1 കാര്യം ഒക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അത് ഭയങ്കര എന്താ പറയുക, ഒരു മോശം കമൻറ്റാണ്. മോശം കമൻറ്റ് ഇൻ ദ സെൻസ് അത് അത്ര ലോജിക്കലായിട്ടുള്ളൊരു കമൻ്റ് അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ +1 പഠിച്ചതിൻ്റെ ഒക്കെ ബാക്കിയാണ് നമ്മൾ +2 പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിൽ ഒരു 50% +1 എന്നാണ് ചോദിക്കുക. അപ്പം +1 റിവൈസ് ചെയ്യുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു +1 കഴിയുന്ന ഒരാളാണെങ്കിൽ +2 നിങ്ങൾ +1 നിങ്ങൾ നിരന്തരം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഞാൻ +1ഉം +2ഉം ഒരുമിച്ച് റിവൈസ് ചെയ്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എൻട്രൻസിൽ കുഴപ്പമില്ല, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് 450 റാങ്ക് എന്തോ കീമിൽ കിട്ടി. ജെയിലൊരു എക്സ്റ്റൻഡ് മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ മേ ബി ഇന്നത്തെ ഒരു 13,000 14,000 റാങ്ക് വന്നു. പക്ഷെ അപ്പോഴാണ് ജെയ് ഒന്നുകൂടി സീരിയസ് ആയിരുന്നു. കാരണം ജെയ്ക്കായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അതുവരെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അപ്പോൾ മുമ്പിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ വഴിയായിരുന്നു, പാലയിൽ പോകണം അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം. അതാണ് അന്നത്തെ 2 പവർ ഹൗസുകൾ, തൃശ്ശൂർ അല്ലെങ്കിൽ പാല. പക്ഷേ എനിക്ക് എന്നെ പഠിപ്പിച്ച, ഞാൻ കോട്ടക്കൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ അധ്യാപകരിലും എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്നിൽ തന്നെ അധ്യാപകരെക്കാളപ്പുറം നമുക്ക് നമ്മിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണം, അല്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നേടാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഒരു വർഷം ജെയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ വലിയൊരു സപ്പോർട്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എനിക്ക് കിട്ടി, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതിന് കാരണം ആർക്കും അറിയില്ല എന്താണ് ജെയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അന്ന് ഈ ജെയ് ബാച്ചസ് ഒന്നും ഇവിടെ ഒന്നുമില്ല. ഞാൻ പഠിച്ച മലപ്പുറം ജില്ലയിലൊന്നും ഇല്ല. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പ് ഒരാൾ മാത്രമാണ് ജെയ് കിട്ടിപ്പോയിട്ടുള്ളത്, അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ നമ്മൾ കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അധ്യാപകരും കുറച്ചൊക്കെ ബുദ്ധിമുട്ടി പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി ക്ലാസ്സസ് ഒക്കെ എടുത്ത് എന്തായാലും വന്നപ്പോൾ നല്ലൊരു റാങ്ക് ലഭിച്ചു. ജെയ് 2201 വന്നു. ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ്, അതായത് ഇന്നത്തെ ജെയ് മെയിൻ 650 വന്നു. എനിക്ക് തോന്നുന്നു കേരള എൻട്രൻസ് 8 വന്നു, കുസാറ്റ് 6 വന്നു. അങ്ങനെ കുറേ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഡബിൾ ഡിജിറ്റ് റാങ്കൊക്കെ വന്നു. ഞാൻ പറഞ്ഞു വന്നത്, അത് ലൈഫിലെടുത്ത ഒരു സാക്രിഫൈസിൻ്റെ, കുറച്ച് സാക്രിഫൈസസിൻ്റെ, കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിൻ്റെ, അതേപോലെ തന്നെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയി മോട്ടിവേറ്റഡ് ആയി നിന്നതിൻ്റെ, അതോടൊപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ പാരൻസിൻ്റെയും ഈ പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ഫലമാണ്. ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന അധ്യാപകരുണ്ടാവും, കേൾക്കുന്ന മാതാപിതാക്കളുണ്ടാവും, കേൾക്കുന്ന കുട്ടികളുണ്ടാവും, റൈറ്റ്? മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മോറൽ സപ്പോർട്ടാണ് വേണ്ടത്, റൈറ്റ്? ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകളൊക്കെ ബിയോണ്ട് ബോർഡ് എക്സാം പോകേണ്ടി വരും, അവരങ്ങനെ തന്നെ വിടുക. അവരെ സ്കൂളിൽ പിടിച്ചു നിർത്താതെ അവരെ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, റൈറ്റ്? അവർ ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കുക. കുട്ടികളാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നവർക്കാണ് വിജയം എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ കാലത്ത് ജെയ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് മാത്രം മതിയോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ളത്. അപ്പം ഞാനൊരു 15 വർഷം മുമ്പ് ജെയ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ഇന്ന് അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് കോമ്പറ്റീഷൻ ഹാസ് ബിക്കം ലോട്ട് ടഫർ. ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. 15 ലക്ഷത്തിലധികം ആളുകൾ ജെയ് എക്സാം എഴുതുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇന്ന് കുറച്ചുകൂടി ഡെമോക്രറ്റൈസ്ഡ് ആണ് ലേണിംഗ് എന്നുള്ളത്. അത് നമുക്ക് ഒരു നിലക്ക് അഡ്വാൻറ്റേജ് ആണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് എന്തും എവിടെ നിന്നും പഠിക്കാം എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് അത് നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജെയ് അല്ല, നിങ്ങൾ ഏതൊരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാന് വേണം.
നമ്മൾ എവിടെ എത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പ്ലാനാണ്. എല്ലാവരും ഐഐടിയിൽ എത്തണം വേണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ എവിടെ എത്തുകയാണെങ്കിൽ എന്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് പഠിക്കും എന്നുള്ള തീരുമാനം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എടുക്കണം, മാതാപിതാക്കൾ നിങ്ങൾ എടുക്കണം. അതെടുത്താൽ പിന്നെ നമുക്കൊരു പ്ലാൻ വേണം. അപ്പോൾ IIT ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ JEE എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നീറ്റ് എഴുതുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. CUT എഴുതുകയാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു NIT DIT എഴുതുകയാണെങ്കിൽ UCD എഴുതുകയാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന് ബാക്ക്വേർഡ് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. എല്ലാ എക്സാംസിനും നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ളതും അവിടെ ഓരോന്നിനുള്ള ഒരു ഡിമാൻഡ് വളരെ ഹയർ ആണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളുമായിട്ട് ചേർന്ന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മളുമായി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വളരെ നേരത്തെ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഞാൻ എൻ്റെ റൂംമേറ്റ്സൊക്കെ അപ്പോൾ ആന്ധ്രക്കാരൊക്കെ ഉണ്ട്. അവരെ ഒരു ശ്രീധരൻ്റെ അവന് ക്വസ്റ്റ്യൻ കണ്ടാൽ കൈ വറക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് അങ്ങനെ ട്രെയിൻഡാണ് അവൻ. ക്വസ്റ്റ്യൻ കണ്ടാൽ അവന് പെന്നില്ലെങ്കിലും കൈ വറക്കാൻ തുടങ്ങും. പറഞ്ഞാൽ അവൻ്റെ കസിന് JEE കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അന്ന് പറഞ്ഞതാണ് 3rd സ്റ്റാൻഡേർഡിലാണ് JEE കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അതൊക്കെ കേട്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ 10th കഴിഞ്ഞിട്ടാണ് ഞാനിതിനെ സീരിയസ് ആയി എടുക്കുന്നത്. പക്ഷേ സംഹൗ ഐ ഗോട്ട്, എന്താ പറയുക, ഞാൻ മേ ബി ഐ വാസ് എൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചതുകൊണ്ട് ആ ഒരു സർക്കിൾ, ആ പാരൻസിൻ്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഐ വാസ് ലക്കി. അതാണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ വാസ് ലക്കി എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ലക്കി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ റൂട്ടീന് വേണം. ഇപ്പോൾ താഴെ ലെവലിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങണം, റൈറ്റ്. മേലെയാണെങ്കിൽ ഒരു 11th 12th ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 12th നമ്മൾ 11th ഒന്നുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. അങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളൊരു സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഫൗണ്ടേഷനിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് CBSE പോലെ വലിയ ലോഡ് അവർക്ക് സ്കൂൾ ലെവലിൽ എടുക്കാനില്ല. അപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട്. പക്ഷെ ആ സമയം അവർക്ക് എക്സ് ആൻഡ് വൈയുടെ ഒരു ലോഡ് അവർക്ക് എടുക്കാൻ പറ്റും, റൈറ്റ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്, റൈറ്റ്. അപ്പോൾ സ്കൂളിൽ വലിയ ലോഡ് എടുക്കാനില്ല, എന്നാൽ ലോഡ് ശരിക്കും അവർക്ക് എടുക്കാനുള്ള ഒരു സമയമുണ്ട്, റൈറ്റ്. അത് അവർ ഫൗണ്ടേഷനിലൂടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇതൊരു എലിമിനേഷൻ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനേക്കാളും അവിടെ നോക്കുന്നത് ഒരുപാട് ആൾക്കാർ എഴുതിയാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ റാങ്കാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ നീറ്റിൽ 550 കിട്ടിയ ആൾക്ക് MBBS കിട്ടി. അതിന് മുമ്പത്തെ വർഷം 650 കിട്ടിയ ആൾക്ക് MBBS കിട്ടിയിട്ടില്ല. കാരണം എക്സാം വാസ് വെരി ഈസി. ഇപ്പോൾ എക്സാം ടഫായപ്പോൾ ചെറിയ മാർക്കിന് പോലും വില ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ, സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സാംസ് ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും, അത് JEE ആവട്ടെ, UPSC ആവട്ടെ, നീറ്റ് ആവട്ടെ, CUT ആവട്ടെ, ഏത് എക്സാം ആവട്ടെ, സമയം നമ്മൾ കറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ദാറ്റ് വി ഹാവ് ടു പ്രയോറിറ്റൈസ് തിങ്സ്, വി ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. എക്സ് ആൻഡ് വൈനെ പോലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിൽ നമുക്ക് എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. അതേപോലെ 11th 12th നമ്മുടെ JEE പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ ഇൻ ജനറൽ നമ്മൾ എവിടെ ജോയിൻ ചെയ്യുന്നുള്ളതിലൊക്കെ അപ്പുറം ഇതൊക്കെ നമ്മുടെ എഫേർട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയി ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക. അതോടൊപ്പം ഇത് കേൾക്കുന്ന അധ്യാപകരും പാരൻസും നിങ്ങളുടെ കുട്ടികളെ പരമാവധി ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി, എൻ്റെ ജേർണി. നിങ്ങൾക്ക് എന്തെങ്കിലും താഴെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഓരോ കമൻറ്റും താഴെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോയി നോക്കുന്നതാണ്. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു ദി ചാനൽ. സോ താങ്ക്സ് എ ലോട്ട്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.